ഹായ് മൈ ബ്യൂട്ടിഫുൾ സോൾസ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഏരീസ്, എസ്പെഷ്യലി ഫോർ ഏരീസിനാണ്. ഏരീസിന്റെ ഈ മന്തിലെ റീഡിങ് നോക്കാം. അതായത് ഒക്ടോബർ സ്റ്റാർട്ട് വിത്ത് ഫയർ ആൻഡ് എൻഡ് വിത്ത് യുവർ ഡെസ്റ്റിനി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ 7 ഫുൾ മൂൺ ആയിരുന്നു. ഫുൾ മൂൺ സംഭവിച്ചത് ഏരീസിലാണ്. ദാറ്റ് ഈസ് ഫുൾ മൂൺ ഹാപ്പൻഡ് ഇൻ യുവർ സൈൻ. സോ ഈ ഒരു വർഷം ഫുള്ള് നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഫുൾ സർക്കിൾ ആൻഡ് യു വിൽ ബി ഫീലിംഗ് അൺസ്റ്റോപ്പബിൾ. ഇത് കഴിഞ്ഞു ഒക്ടോബർ 16th ആണ് മെയിൻ കാർമിക് ടേണിംഗ് പോയിന്റ് വരുന്നത്. ഒക്ടോബർ 16th നിങ്ങൾ ഒരുപാട് നാളായിട്ട് പ്രോബ്ലത്തിലുണ്ടായിരുന്ന, മേ ബി ഇൻ ദ കേസ് ഓഫ് ലവ് ഓർ കരിയർ ഓർ മണി, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളൊരു ബോൾഡ് ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. ഒക്ടോബർ 16th മെയിൻ കാർമിക് ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ പാസ്റ്റിൽ യു വിൽ ബി കട്ടിങ് ദ പാസ്റ്റ് ടൈസ് ആൻഡ് യു വിൽ ബി സ്റ്റെപ്പിംഗ് ഇൻ ടു യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ലവിൻ്റെ കേസിലാവാം, മണിയാവും, കരിയറാവും, വാട്ട് എവർ ഇറ്റ് ഈസ്. കഴിഞ്ഞ് ഒക്ടോബർ 20 മുതൽ 27 വരെ അടുത്ത പ്രോബ്ലം, അതായത് മാർസ് ആൻഡ് മെർക്കുറി വിൽ ക്ലാഡ് വിത്ത് ബ്ലാക്ക് മൂൺ. അപ്പോൾ ആ ടൈമിൽ ഇറ്റ് വിൽ ബി വെരി ടഫേഴ്സ് ഫോർ യു. പക്ഷേ ഏരീസ് ആണ്, അവർക്ക് അങ്ങനെ ടഫ് ഒന്നും ആവില്ല, അവരതിനെ ഓവർകം ചെയ്യും. ഓവർകം ചെയ്ത് നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലെത്തും. ഈ ബ്ലാക്ക് മൂണായിട്ട് മാർസ് ആൻഡ് മെർക്കുറി ക്ലാഡ് ആവുന്ന സമയത്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നത് മേ ബി ഇറ്റ് വിൽ ബി റോങ്. ഫിനാൻസിൻ്റെ കേസിലാവും ഓർ ലവിൻ്റെ കേസിലാവും. പക്ഷെ അത് കുറച്ച് ടെൻഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മന്ത് ആവുന്നതോട് കൂടിയിട്ട് അത് സോൾവ് ആവുകയും ചെയ്യും. യുവർ ഡെസ്റ്റിനി വിൽ ബി ഓപ്പണിങ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് നോക്കാം. ഒക്ടോബർ കഴിയുമ്പോൾ ഏരീസ് പീപ്പിൾ എനിക്ക് കമൻറ്റുമായിട്ട് വരണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.